ഹലോ, നമസ്കാരം. ഈ അടുത്ത കാലത്താട്ടോ കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു ഗ്യാപ്പിന് ശേഷം യൂട്യൂബിൽ വീണ്ടും നമ്മൾ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇൻസ്റ്റഗ്രാമിലുള്ള ആൾക്കാർ കുറേ കാലമായിട്ട് എന്നെ അറിയുന്നതാണ്. ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ട് നമ്മൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ പേജിൻ്റെ നേച്ചർ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ഇൻസ്റ്റഗ്രാമിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കഴിഞ്ഞ ദിവസം 1-2 കമൻസ് യൂട്യൂബിൽ വരെ ഉണ്ടായി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നു, റീല് ഇത്രയും വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമില്ലയെന്ന്. അപ്പം ഞാൻ അവർക്കൊരു മറുപടി കൊടുത്തു. ആ കമൻ്റ് ഇട്ട ആൾക്ക് കഥ കേൾക്കാൻ വേണ്ടി മാത്രം ഈ പേജ് കാണുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ എന്നെ ഒരു കഥ പറച്ചിലുകാരി ആക്കിയത് തന്നെ അവരാണ്. അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഒരു റീലെങ്കിലും അപ്ലോഡ് ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ടി മാത്രം, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന അവർക്ക് വേണ്ടി മാത്രം. പിന്നെ ഞാനങ്ങനെ വളരെ ചുരുക്കി സംസാരിക്കുന്ന ആളല്ല. ഞാൻ വളരെ വിശദമായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഞാൻ എങ്ങനെയാണോ അതേമാതിരി തന്നെയാണ് റീലിൽ വന്നിട്ടും വർത്തമാനം പറയണത്. അതിനകത്ത് വേറെ റീലിന് വേണ്ടി ഒന്നും അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്കിങ്ങനെയാണ് ശീലം. അതുകൊണ്ട് ഞാനിങ്ങനെ പറയണു. ഇത് കേൾക്കാൻ ആൾക്കാരുണ്ട്, കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് ഞാൻ എപ്പോഴേലും റീല് ചെയ്യാണ്ടിരിക്കുമ്പോൾ അവരുടെ മെസ്സേജും കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കഥകൾ മുഴുവൻ പറയണത്. ഇപ്പോൾ കുറേയായിട്ട് കഥ പറച്ചിൽ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എപ്പോഴും എന്തെങ്കിലും അന്നുണ്ടായിട്ടുള്ള വിഷയത്തെ പറ്റിയാണ് അല്ലെങ്കിൽ ഒരു കേക്കിനെ പറ്റിയാണ് സംസാരിക്കണത്. ശരിക്കും 3 മിനിറ്റൊക്കെ ഇൻസ്റ്റഗ്രാം തന്നപ്പോൾ ഉണ്ടല്ലോ, ഞാനൊക്കെ എത്ര സന്തോഷിച്ചു എന്നറിയോ. കാരണം 1.5 മിനിറ്റ് കൊണ്ട് പറയണ ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ആ 1.5 മിനിറ്റിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളത്. 3 മിനിറ്റ് ആക്കിയപ്പോൾ ശരിക്കും ഒരു ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ യൂട്യൂബിൽ വന്ന വേറൊരു കമൻ്റ് ആട്ടോ, ചേച്ചിക്ക് മാത്രം എങ്ങനെ പേരുകൾ കിട്ടണമെന്ന് കേക്കിനൊക്കെ. അത് വേറെ ഒന്നുമല്ല, അങ്ങനെ സംഭവിച്ചു പോണതാണ്. ഇതിൻ്റെ പേര് ഫ്ലേവർ ബോർഡ് എന്നാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു 2 കേക്ക്സ് വെച്ചിട്ടുള്ള ബോർഡിൻ്റെ 2 ഫ്ലേവറിൽ ഒരു ബോർഡിൽ പ്ലേസ് ചെയ്യുമ്പം ഫ്ലേവർ ബോർഡായി, അത്ര തന്നെ. പിന്നെ സ്വപ്നക്കൂട് എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിലുള്ള കാര്യമേ അല്ല. ഗീത ചേച്ചിയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ പേരാണ് സ്വപ്നക്കൂട്. അപ്പോൾ അവരുടെ ഒരു മീറ്റിങ്ങിന് ആ കേക്കിന് വേണ്ടിയിട്ട് ആ പേര് എഴുതാൻ വേണ്ടി പറഞ്ഞു, അത്ര തന്നെ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെയാണ് നമ്മുടെ റീൽസ്. ഒരു 3 മിനിറ്റോളം ഇങ്ങനെ കഥ പറച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ കാണുക, അല്ലാത്തവരത് ഇഗ്നോർ ചെയ്യുക, ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഈ കേക്ക്, ഈ ഫ്ലേവർ ബോർഡ് ഒന്ന് ചോക്ലേറ്റ് ആൻഡ് പിസ്താഷ്യോ, മറ്റേത് സ്ട്രോബെറി ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.